നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ സീരീസിലെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ മോഡൽ എക്സാമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളെ ഫോളോ ചെയ്ത, ഇതുവരെയും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിച്ച ആളുകൾക്ക് ഇതിൽ നിന്നും എത്ര മാർക്ക് നേടാൻ പറ്റുമെന്നും, ഇതുവരെയും കറണ്ട് അഫയേഴ്സ് കാര്യമായി പഠിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവാരം എവിടെയാണ് എന്നൊന്ന് അളക്കാനും സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കുറച്ച് ന്യൂ പാറ്റേൺ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ആവശ്യമുള്ളവർ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് ഓരോ ചോദ്യ നമ്പറും അതിൻ്റെ ഉത്തരങ്ങളും എഴുതി പോവുക. ലാസ്റ്റിൽ ഇതിൻ്റെ ആൻസർ കീ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡിൽ ഉപയോഗിച്ചിരുന്ന ഗാന്ധിജിയുടെ ഇഷ്ടഗാനം എബൈഡ് വിത്ത് മീക്ക് പകരം ഉൾപ്പെടുത്തിയ പുതിയ ഗാനം ഏതാണ്? ഓപ്ഷൻസ്: എ സാരജ ഹംസെ അച്ച, ബി മിലേ സുർ മേര തുമാര, സി യേ മേരെ വതൻ കെ ലോഗോം, ഡി കദം കദം ബഡായേ ജാ. രണ്ടാമത്തെ ചോദ്യം, മലയാള സാഹിത്യകാരന്മാർ അവരുടെ പുതിയ സ്മാരകം എന്നിവയിലെ ശരിയായ ജോഡി ഏതെല്ലാമെന്നാണ് ചോദ്യം. ഒന്നാമത്തേത് സുകുമാർ അഴീക്കോട് മുനയ്ക്കൽ, 2 മുഹമ്മദ് ബഷീർ വൈക്കം, 3 ജി ശങ്കരക്കുറുപ്പ് മറൈൻ ഡ്രൈവ്. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയെന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. എ 1, 2, 3, ബി 3 മാത്രം, സി 1, 2 മാത്രം, ഡി 2 മാത്രം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കയറ്റുമതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: എ മഹാരാഷ്ട്ര, ബി കേരളം, സി ഗോവ, ഡി ഗുജറാത്ത്. നാലാമത്തെ ചോദ്യം, കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരിയുടെ പേരെന്ത്? ഓപ്ഷൻസ്: എ ഹമാര റൈസ്, ബി ഭാരത് റൈസ്, സി ഇന്ത്യ റൈസ്, ഡി കാല റൈസ്. അഞ്ചാമത്തെ ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഓപ്ഷൻസ്: എ മിലാൻ കോർട്ടീന, ബി ബ്രസൽസ്, സി അറ്റ്ലാന്റ, ഡി ലഡാക്ക്. ആറാമത്തെ ചോദ്യം, 2023 ICC പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: എ രോഹിത് ശർമ്മ, ബി ടിം സൗത്തി, സി പാറ്റ് കമ്മിൻസ്, ഡി സൂര്യകുമാർ യാദവ്. ഏഴാമത്തെ ചോദ്യം, പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1 2024 ഭാരതരത്ന നേടിയത് 5 പേരാണ്. 2 ഭാരതരത്ന നേടിയ 50ാമത് വ്യക്തിയാണ് LK അദ്വാനി. 3 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി 2024 ഭാരതരത്ന നേടി. 4 2024 ഭാരതരത്ന നേടിയ കർപ്പൂരി ഠാക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്? ഓപ്ഷൻസ്: 1, 2, 4, ബി 2, 3, 4, സി 2 മാത്രം, ഡി 2, 4. എട്ടാമത്തെ ചോദ്യം, രാജ്യത്താദ്യമായി ഏക സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: എ ബീഹാർ, ബി ഉത്തരാഖണ്ഡ്, സി ഉത്തർപ്രദേശ്, സി ഡി മഹാരാഷ്ട്ര. ഒൻപതാമത്തെ ചോദ്യം, കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻസ്: എ താരാട്ട്, ബി ജനനി, സി തൊട്ടിൽ, ഡി അമ്മ. പത്താമത്തെ ചോദ്യം, തമിഴ് ചലച്ചിത്ര താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഓപ്ഷൻസ്: എ മക്കൾ നീതിമയം, ബി തമിഴ് മക്കൾ കഴകം, സി തമിഴക വെട്രി കഴകം, ഡി നമ്മ നന്മൈ. 11ാമത്തെ ചോദ്യം, 2024-25 ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച മേഖല ഏത്? ഓപ്ഷൻസ്: എ പ്രതിരോധം, ബി ആരോഗ്യം, സി വിദ്യാഭ്യാസം, ഡി ശാസ്ത്ര സാങ്കേതികം. 12ാമത്തെ ചോദ്യം, ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻസ്: എ ഓർമ്മത്തീരം, ബി ഓർമ്മത്തോണി, സി സ്മൃതി തീരം, ഡി അനുസ്മൃതം. 13ാമത്തെ ചോദ്യം, ഈയിടെ സുപ്രീം കോടതിയിലെ എത്രാമത്തെ ജഡ്ജിയായാണ് PB വരാലെ ചുമതലയേറ്റത്? ഓപ്ഷൻസ്: എ 35, ബി 38, സി 30, ഡി 34.
14ാമത്തെ ചോദ്യം 2024 ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച സഹനടൻ ആരാണ്? ഓപ്ഷൻസ്: എ റോബർട്ട് ഡൗണി, ബി കിലിയൻ മർഫി, സി ബ്രണ്ടൻ ഫ്രേസർ, ഡി DJ റാൻഡോൾഫ്. 15ാമത്തെ ചോദ്യം ഇവരിൽ 2024 രസതന്ത്ര നൊബേൽ നേടാത്തവർ ആര് അല്ലെങ്കിൽ ആരല്ല? ഓപ്ഷൻസ്: 1 അലക്സി എക്കിമോവ്, 2 ഫെറൻസ് ക്രോസ്, 3 ലൂയിസ് ബ്രൂസ്. അതിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ 1 3, ബി 2, സി 1 2 3, ഡി 1. ഒന്നും കൂടി ഓപ്ഷൻസ് പറയാം: എ 1 3, ബി 2, സി 2 3, ഡി 1. ഇതിൽ 2024 രസതന്ത്ര നൊബേൽ നേടാത്തത് ആരെല്ലാമെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. 16ാമത്തെ ചോദ്യം 19ാം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: എ 107, ബി 28, സി 111, ഡി 98. 17ാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ തടി കൊണ്ട് നിർമ്മിതമായ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ്: എ വിസാറ്റ്, ബി വുഡ്സാറ്റ്, സി ലിഗ്നോസാറ്റ്, ഡി എററ്റ്സാറ്റ്. 18ാമത്തെ ചോദ്യം ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരാണ്? ഓപ്ഷൻസ്: എ അരവിന്ദ് പനഗാരിയ, ബി AM ഖാൻവിൽക്കർ, സി പ്രകാശ് ശ്രീവാസ്തവ, ഡി പിനാക്കി ചന്ദ്രഘോഷ്. 19ാമത്തെ ചോദ്യം ആദിത്യ L1 ദൗത്യത്തിലെ പേലോഡുകളിൽ സൗരവാദത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ്: എ VELC, ബി SUIT, സി HEL-10S, ഡി PAPA. 20ാമത്തെ ചോദ്യം സിയോം പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: എ ജമ്മു കാശ്മീർ, ബി മുംബൈ, സി ഗുജറാത്ത്, ഡി അരുണാചൽ പ്രദേശ്. 21ാമത്തെ ചോദ്യം പുതിയ ടോൾ ഫ്രീ നമ്പറുകൾ, ലക്ഷ്യങ്ങൾ എന്നിവയിൽ ശരിയായ ജോഡി ഏതൊക്കെയെന്നാണ് ചോദ്യം. 1 14454 ന്യായ സേതു, 2 1962 വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സാ സഹായം, 3 1930 സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. ഓപ്ഷൻസ്: എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി ഇവയെല്ലാം. 22ാമത്തെ ചോദ്യം 2024 പത്മശ്രീ നേടിയ മലയാളികൾ, അവരുടെ മേഖലകൾ എന്നിവയിലെ ശരിയായ ജോഡി ഏതെല്ലാം? 1 സത്യനാഥൻ ബലേരി കർഷകൻ, 2 EP നാരായണൻ തെയ്യം, 3 ചിത്രൻ നമ്പൂതിരി കഥകളി. ഓപ്ഷൻസ്: എ 1 2 3, ബി 1 3, സി 1 2, ഡി ഒന്നും ശരിയല്ല. 23ാമത്തെ ചോദ്യം G20 ആദ്യ പ്രതിനിധി സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഓപ്ഷൻസ്: എ ജയ്പൂർ, ബി ഉദയ്പൂർ, സി കുമരകം, ഡി ഡൽഹി. 24ാമത്തെ ചോദ്യം നാരീശക്തി വന്ദൻ അതിനയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? ഓപ്ഷൻസ്: എ സെപ്റ്റംബർ 23, ബി സെപ്റ്റംബർ 20, സി സെപ്റ്റംബർ 21, ഡി സെപ്റ്റംബർ 28. 25ാമത്തെ ചോദ്യം 53ാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് വിൻസി അലോഷ്യസിനെ അർഹയാക്കിയ ചിത്രമേത്? ഓപ്ഷൻസ്: എ രേഖ, ബി മായാവർണ്ണങ്ങൾ, സി എന്നാ താൻ കേസുകോട്, ഡി സൗദി വെള്ളയ്ക്ക. 26ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻസ്: എ മധ്യപ്രദേശ്, ബി തമിഴ്നാട്, സി കർണാടക, ഡി രാജസ്ഥാൻ. 27ാമത്തെ ചോദ്യം തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2023 ആഘോഷിച്ചത്? ഓപ്ഷൻസ്: എ 50, ബി 60, സി 75, ഡി 100. 28ാമത്തെ ചോദ്യം 2024 കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ്: എ റഫീഖ് അഹമ്മദ്, ബി പ്രഭാവർമ്മ, സി സേതു, ഡി SS രാഘവൻ. 29ാമത്തെ ചോദ്യം ഈയിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? ഓപ്ഷൻസ്: എ പയ്യാമ്പലം, ബി ശംഖുമുഖം, സി കാപ്പാട്, ഡി കോവളം. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ആൽബം ഏതാണ്? ഓപ്ഷൻസ്: എ ദിസ് മൊമെന്റ്, ബി മിഡ് നൈറ്റ്, സി ഫ്ലവേഴ്സ്, ഡി വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ.
31ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി ആര്? ഓപ്ഷൻസ്: എ പ്രവീൺ കുമാർ, ബി ഷെയ്ഖ് ഹസൻ ഖാൻ, സി ടി ഗോപി, ഡി സുധീർ നായർ. 32ാമത്തെ ചോദ്യം, 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം? ഓപ്ഷൻസ്: എ 12, ബി 10, സി 13, ഡി 11. 33ാമത്തെ ചോദ്യം, ഈയിടെ അന്തരിച്ച കേരളത്തിന്റെ മുൻ വനം മന്ത്രി ആര്? ഓപ്ഷൻസ്: എ വി വിശ്വനാഥൻ, ബി കെ മോഹനൻ, സി കെ പി വിശ്വനാഥൻ, ഡി വി മോഹനൻ. 34ാമത്തെ ചോദ്യം, 2023 G20 സമ്മേളനം ഊന്നൽ നൽകിയ 4 മേഖലകളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻസ്: എ ബഹിരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ കടം ലഭിക്കാൻ അവസരം ഉണ്ടാക്കുക, 2 രാജ്യാന്തര കടമെടുപ്പ് സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരിക, 3 ക്രിപ്റ്റോ കറൻസികൾ നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടാക്കുക, 4 യുദ്ധവും മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായാൽ ഭക്ഷ്യധാന്യങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ലഭ്യതയെ ബാധിക്കാതിരിക്കാൻ വേണ്ട വഴികൾ ആലോചിക്കുക. ഇതിൽ 2023 G20 സമ്മേളനം ഊന്നൽ നൽകിയ മേഖലകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ 1, 2, 3, ബി 2, 3, 4, സി 2, 3, ഡി ഇവയെല്ലാം. ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി 2, 3, 4 എന്നും ഓപ്ഷൻ സി 2, 3 എന്നുമാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. 35ാമത്തെ ചോദ്യം, ITBP മേധാവി ആരാണ്? ഓപ്ഷൻസ്: എ രാഹുൽ രസ്ഗോത്ര, ബി അനീഷ് ദയാൽ സിംഗ്, സി നിന സിംഗ്, ഡി ദിനേഷ് കുമാർ ത്രിപാഠി. 36ാമത്തെ ചോദ്യം, ബഹിരാകാശ മാലിന്യങ്ങൾ നിരീക്ഷിക്കാൻ ISRO പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: എ പോയം, ബി നേത്ര, സി നിസാർ, ഡി ജഗത്. 37ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേനാ വിഭാഗം ഏതാണ്? ഓപ്ഷൻസ്: എ CRPF, ബി ITBP, സി BSF, ഡി CISF. 38ാമത്തെ ചോദ്യം, ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയതായി ചേർന്ന രാജ്യങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ്? 1 ഈജിപ്ത്, 2 എത്യോപ്യ, 3 ഇറാഖ്, 4 സൗദി അറേബ്യ, 5 ഖത്തർ. ഓപ്ഷൻസ്: എ ഇവയെല്ലാം, ബി 1, 2, 4, സി 2, 4, ഡി 2, 3, 5. 39ാമത്തെ ചോദ്യം, കേരളത്തിൽ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓൺലൈൻ സേവന സംരംഭം ഏതാണ്? ഓപ്ഷൻസ്: എ കെസ്റു, ബി കെ സ്മാർട്ട്, സി കെൽസ, ഡി കെ ലിവ്. 40ാമത്തെ ചോദ്യം, സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ AC ഡബിൾ ഡക്കർ ബോട്ട് ഏതാണ്? ഓപ്ഷൻസ്: എ ഇന്ദ്ര, ബി ആദിത്യ, സി ബറാക്കുഡ, ഡി സ്വിഫ്റ്റ്. 41ാമത്തെ ചോദ്യം, കേരളത്തിന്റെ പ്രഥമ സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിന്റെ എത്രാം വാർഷികമാണ് 2023 ഡിസംബറിൽ ആഘോഷിച്ചത്? ഓപ്ഷൻസ്: എ 50, ബി 60, സി 75, ഡി 100. 42ാമത്തെ ചോദ്യം, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്? ഓപ്ഷൻസ്: എ മിത്ര 2, ബി ഹിമാദ്രി 2, സി ഭാരതി 2, ഡി മൈത്രി 2. 43ാമത്തെ ചോദ്യം, 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ഓപ്ഷൻസ്: എ മാഞ്ചസ്റ്റർ സിറ്റി, ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സി ചെൽസി, ഡി ബാർസിലോണ. 44ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ നിർദ്ദേശപ്രകാരം ICMR-ഉം സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിന്റെ പേര്? ഓപ്ഷൻസ്: എ മെഡിടെക് മിത്ര, ബി മെഡ് ഇന്ത്യ, സി മെഡിക്കൽ യോധ, ഡി ടെക് ഡോക്. 45ാമത്തെ ചോദ്യം, രാജ്യാന്തര T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ താരമാര്? ഓപ്ഷൻസ്: എ ആർ അശ്വിൻ, ബി ടിം സൗത്തി, സി ജസ്പ്രീത് ബുംറ, ഡി ജോഷ് ഹേസൽവുഡ്. 46ാമത്തെ ചോദ്യം, PSLVയുടെ എത്രാമത്തെ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ്? ഓപ്ഷൻസ്: എ 57, ബി 58, സി 59, ഡി 60. 47ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ എസ്കലേറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: എ മുംബൈ, ബി ചെന്നൈ, സി ലഡാക്ക്, ഡി ന്യൂഡൽഹി.
48ാമത്തെ ചോദ്യം, നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: എ ഉത്തര കൊറിയ, ബി അമേരിക്ക, സി ചൈന, ഡി ജപ്പാൻ. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമായ അടൽ സേതുവിന്റെ നീളം എത്ര? ഓപ്ഷൻസ്: എ 21.8 കിലോമീറ്റർ, ബി 17.7 കിലോമീറ്റർ, സി 30 കിലോമീറ്റർ, ഡി 12.5 കിലോമീറ്റർ. 50ാമത്തെ ചോദ്യം, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? ഓപ്ഷൻസ്: എ കൊല്ലം, ബി കണ്ണൂർ, സി കോഴിക്കോട്, ഡി കാസർഗോഡ്. അപ്പോൾ കൂട്ടുകാരെ, ഈ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം നിങ്ങളൊരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് പോയിട്ട് ആ ചോദ്യം കൂടി ഒന്ന് നോക്കി അതിൻ്റെ ഉത്തരം കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസേഴ്സിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇനി ആൻസേഴ്സ് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ആൻസേഴ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എ മേരെ വതൻ കെ ലോഗോ, 2 ഓപ്ഷൻ ബി 3 മാത്രം, 3 ഓപ്ഷൻ ഡി ഗുജറാത്ത്, 4 ഓപ്ഷൻ ബി ഭാരത് റൈസ്, 5 ഓപ്ഷൻ എ മിലാൻ കോർട്ടീന, 6 ഓപ്ഷൻ ഡി സൂര്യകുമാർ യാദവ്, 7 ഓപ്ഷൻ എ 1, 2, 4, 8 ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, 9 ഓപ്ഷൻ ബി ജനനി, 10 ഓപ്ഷൻ സി തമിഴക വെട്രിക്കഴകം, 11 ഓപ്ഷൻ എ പ്രതിരോധം, 12 ഓപ്ഷൻ ബി ഓർമ്മത്തോണി, 13 ഓപ്ഷൻ ഡി 34, 14 ഓപ്ഷൻ എ റോബർട്ട് ഡൗണി, 15 ഓപ്ഷൻ ബി 2, 16 ഓപ്ഷൻ ബി 28, 17 ഓപ്ഷൻ സി ലിഗ്നോസാറ്റ്, 18 ഓപ്ഷൻ ബി എ എം ഖാൻവിൽക്കർ, 19 ഓപ്ഷൻ ഡി PAPA, 20 ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്, 21 ഓപ്ഷൻ ഡി ഇവയെല്ലാം, 22 ഓപ്ഷൻ സി 1, 2, 23 ഓപ്ഷൻ ബി ഉദയ്പൂർ, 24 ഓപ്ഷൻ ഡി സെപ്റ്റംബർ 28, 25 ഓപ്ഷൻ എ രേഖ, 26 ഓപ്ഷൻ ഡി രാജസ്ഥാൻ, 27 ഓപ്ഷൻ ബി 60, 28 ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ്, 29 ഓപ്ഷൻ സി കാപ്പാട്, 30 ഓപ്ഷൻ എ ദിസ് മൊമെന്റ്, 31 ഓപ്ഷൻ ബി ഷെയ്ഖ് ഹസൻ ഖാൻ, 32 ഓപ്ഷൻ ബി 10, 33 ഓപ്ഷൻ സി KP വിശ്വനാഥൻ, 34 ഓപ്ഷൻ ഡി ഇവയെല്ലാം, 35 ഓപ്ഷൻ എ രാഹുൽ രസ്ഗോത്ര, 36 ഓപ്ഷൻ ബി നേത്ര, 37 ഓപ്ഷൻ ഡി CISF, 38 ഓപ്ഷൻ ബി 1, 2, 4, 39 ഓപ്ഷൻ ബി K സ്മാർട്ട്, 40 ഓപ്ഷൻ എ ഇന്ദ്ര, 41 ഓപ്ഷൻ എ 50, 42 ഓപ്ഷൻ ഡി മൈത്രി 2, 43 ഓപ്ഷൻ എ മാഞ്ചസ്റ്റർ സിറ്റി, 44 ഓപ്ഷൻ എ മെഡിടെക് മിത്ര, 45 ഓപ്ഷൻ ബി ടിം സൗത്തി, 46 ഓപ്ഷൻ ഡി 60, 47 ഓപ്ഷൻ എ മുംബൈ, 48 ഓപ്ഷൻ ബി അമേരിക്ക, 49 ഓപ്ഷൻ എ 21.8 കിലോമീറ്റർ, 50 ഓപ്ഷൻ ബി കണ്ണൂർ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒന്നുകൂടി നോക്കുക. നിങ്ങൾക്ക് ശരിയായവ എത്ര, തെറ്റായവ എത്ര എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. നമ്മുടെ ഗ്രൂപ്പിലുള്ള കൂട്ടുകാർ ഗ്രൂപ്പിൽ നിങ്ങളുടെ മാർക്ക് എത്ര ആണെന്ന് കൂടി ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ നിലവാരം അറിയാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.